അങ്ങനെ നീണ്ട 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ അർമേനിയയിൽ എത്തിയിട്ടോ. അപ്പോൾ അനി പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു, കാണാനും നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിസപ്ഷൻ ഏരിയയും കാര്യങ്ങളും എവിടെയാണ് സ്റ്റേ ചെയ്യണതെന്നും ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കെന്താണെന്നറിയില്ല, മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് റൂമാണെങ്കിലും ഒരു പ്രത്യേക ഒരു വൈബുള്ള റൂമാണ്, എന്താണെന്നറിയില്ല, എനിക്കതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഷെൽഫൊക്കെ പുറമേത്തെ വ്യൂ ആണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളിയാണ്. ക്രിബൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഒന്നും കിടക്കില്ല, ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കുക. അപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ, എന്ത് രസമാണ്. ഞാനിത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ വിചാരം അത് ഇങ്ങോട്ട് പോരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഓൾഡസ്റ്റ് ഒരു സിറ്റിയാട്ടോ, നമ്മുടെ അർമേനിയയിലുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും ഒരു ഓൾഡസ്റ്റ് ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു പിങ്ക് സ്റ്റോൺ കൊണ്ടാണ് മിക്ക ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയങ്ങനെ. അപ്പോൾ എവിടെ നോക്കിയാലും ഒരു പിങ്കിഷ് കളർ ഷെയ്ഡാണ് എല്ലാ ബിൽഡിങ്സിനും കാര്യങ്ങളൊക്കെ. ഫൊണ്ണു ബാബി ആണെങ്കിൽ അവിടെ തുള്ളി നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അവിടെ തുള്ളി നടക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ വെതറാണെങ്കിൽ ഭയങ്കര വിൻഡും ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര കോൾഡായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുവും കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്ട്രീമായ പോലെ തോന്നി കേട്ടോ. പിന്നെ ഇതേ ഇവിടെ ഇങ്ങനെ ആളിങ്ങനെ മ്യൂസിക്കൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആളെ നമ്മൾ ജസ്റ്റ് കണ്ട് മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പറ്റാവുന്ന ഒരു സഹായമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ലൊരു വൈബായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഇതാട്ടോ അവിടുത്തെ എന്താ പറയുക ഷോപ്പുകളും ഇതൊക്കെ ന്യൂ ഷോപ്പുകളോ കാര്യങ്ങളൊന്നുമല്ല, ഇത്തിരി എന്താ പറയുക ഓൾഡിഷ് ആയിട്ടുള്ള അങ്ങനത്തെയാണ്. പിന്നെ ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വൈറ്റ് കളറായിട്ടുള്ള ഇങ്ങനെ ട്രീസും ഒക്കെ ഇങ്ങനെ ചെറി ബ്ലോസം പോലെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ എന്താ പറയുക ലൈറ്റൊക്കെ കണ്ടില്ല, ഇങ്ങനെ പണ്ടത്തെ കാലത്തെ പോലത്തെ ലൈറ്റ് ആട്ടോ. റെസ്റ്റോറൻറ്റ് ലവാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടൻ കണ്ടെത്തിയതാണ്, കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ എനിക്കറിയില്ല അവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും. ഫൊണ്ണുബാബി അവിടെ വന്നപ്പോഴേക്ക് എന്താ പറയുക കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സെറ്റായിട്ടോ, ഞാൻ എൻ്റെ മടിയിൽ തന്നെ ഇരുന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾ റെഡിയായി. പിന്നെ ഞങ്ങൾ വൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അർമേനിയൻ വൈനും അതുപോലെ തന്നെ ബീർ എങ്ങനെയുണ്ടെന്നും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീറും ഒരു നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളായിരുന്നു. പിന്നെ അവിടെ എവിടെ ഫൊണ്ണുബാബി പോയാലും ഫൊണ്ണുബാബിക്ക് ഫാൻസാണ്. അപ്പോൾ ഫൊണ്ണുബാബി ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ചേച്ചിയും അവിടെ അങ്കിളും അവരൊക്കെ പരിചയമായി. അവസാനം അവരിങ്ങോട്ട് വാ പറഞ്ഞിട്ട് ഫൊണ്ണുവിനെ അങ്ങോട്ട് ആക്കിയിട്ട് അവൻ പോയി ഇരിക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവനിങ്ങനെ കണ്ടിരിക്കായിരുന്നു. ആ ആൻറ്റീനെ തൊട്ട് ഒക്കെ കൊഞ്ചിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ തിരിച്ച്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ വേഷം കൊട്ടൊക്കെ എടുത്ത് ചവിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബായൊക്കെ പറഞ്ഞിട്ട് പോന്നു. അവിടെയുള്ള ആൾക്കാരാണെങ്കിലും നല്ല ആൾക്കാരാട്ടോ എല്ലാവരും. അതെനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സൂപ്പാണ്. ഈ ലീവ്സ് എന്താണെന്ന് എനിക്കറിയില്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോർക്കും പൊട്ടാറ്റോയും ആയിട്ടുള്ള വേറൊരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി, അടിപൊളിയായിരുന്നു കേട്ടോ. പോർക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ വെച്ചിട്ട് ഞാൻ അതുപോലെ കഴിച്ചിട്ടില്ല. ഒരു നല്ല രീതിയിൽ ഓവർ കുക്ക്ഡ് അല്ലാണ്ട് അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഒരു പോർക്കായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പൊട്ടാറ്റോസിലാണെങ്കിൽ ഭയങ്കര എരിവോ അതൊന്നും ഇല്ല, സ്പൈസസ് ഒന്നും കൂടുതലില്ല. ഫൊണ്ണുബാബിക്ക് അടക്കം കഴിക്കാൻ പറ്റണ രീതിയിലായിരുന്നു കേട്ടോ. ഞാൻ കുറേ പൊട്ടാറ്റോയും എന്താ പറയുക പോർക്കൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൊണ്ണുബാബി അവിടെ നോക്കി അവിടെ എല്ലാം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പോർക്കിൻ്റെ തന്നെ ഒരു ഡിഷാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ജ്യൂസി ആയിട്ടായിരുന്നു. ഭയങ്കര എന്താ കരിക്കട്ട പോലെ ആയിട്ടൊന്നും അല്ലായിരുന്നേ, നല്ല ജ്യൂസി ആയിട്ട്
അടിപൊളി ആയിട്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും സൂപ്പും ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ ഇതേ വേറെ അവിടെ പോയപ്പോൾ വേറൊരു വാക്കുട്ടീനെ കണ്ടു. പിന്നെ പൊണ്ണുബാബിക്കാണെങ്കിൽ വാവകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ്. എപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ടോ അവന്. പിന്നെ പോരാ നിൽക്കണ നേരത്തെ ഏട്ടുബാബിക്ക് ഐസ്ക്രീം വേണം വേണ്ടി വാനില ഐസ്ക്രീം കഴിച്ചു. എൻ്റെ വയറ് ഓൾറെഡി ഫുള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലത്തെ ഐസ്ക്രീം പോലെ ഒന്നുമല്ല. വാനില പറഞ്ഞ പക്ക വാനില, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ എന്തോ ഒരു റാപ്പ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അതും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ലൈമിൻ്റെ എന്തോ ഫ്ലേവറൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അതും നമ്മൾ ട്രൈ ചെയ്തില്ല. ഏട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മളുടെ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ പൊണ്ണുബാബി ക്ഷീണിതനായിട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ട് 2 ആയിട്ട് ഇടണ്ട, ഒരു ഡേ എന്നുള്ളത് അങ്ങനെ തന്നെ ഇടാൻ വിചാരിച്ചു. പിന്നെ പാർട്ട് 2 ആയിട്ട് ഇടണ്ട വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വെജീസും അതുപോലെ തന്നെ കുറേ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ബ്രിഞ്ചാളിൻ്റെ ഒരു ഫ്രൈ ഐറ്റമും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഇത് നമ്മളുടെ നെല്ലിക്ക തേനിലിട്ടതാട്ടോ. എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലത്തെ കിട്ടണ പോലത്തെ അല്ല. എനിക്ക് നാട്ടിലത്തെ നെല്ലിക്ക ഇത്തിരി ഹാർഡായിട്ടുള്ള ഇതിങ്ങനെ നെല്ലിക്കല്ല കേട്ടോ, സോറി ഏട്ടൻ പറഞ്ഞ നെല്ലിക്കല്ല വേറെ എന്താണെന്ന്. കാരണം അതിൻ്റെ കുരു നോക്കിയപ്പോൾ നെല്ലിക്കയുടെ പോലെ അല്ലായിരുന്നു, വേറെ ഏതൊരായിരുന്നു. ഞാനാ പറഞ്ഞത് നെല്ലിക്കയാണ്. അപ്പോൾ കണ്ണ് ചെയ്താനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വേഗം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ സ്ക്രാമ്പിൾഡ് എഗ്ഗും അങ്ങനത്തെ ഒക്കെ ഡിഷസാണ് എടുത്തത്. ഞാൻ പറഞ്ഞ പോലെ ബ്രിഞ്ചാളും പൊട്ടറ്റോ വെഡ്ജസും അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്കുകളൊന്നും എനിക്ക് അധികം ഇഷ്ടമായിട്ടില്ല കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ അധികം ഒന്നും ട്രൈ ചെയ്തില്ല. ആകെ ഇതും വേറെ തന്നെയാണ്. ഇതാട്ടോ നമ്മുടെ കോസ്റ്റ്യൂം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ആൾക്കാരും കൂടിയായിട്ടാണ് പോണത്. ഞങ്ങൾ തന്നെയായിട്ടല്ല പോണേ, പ്രൈവറ്റ് ആയിട്ടല്ല പോണേ. അപ്പോൾ ഞങ്ങളൊരു ബസ്സിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടൂർ ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാട്ടിത്തരും. അപ്പോൾ വ്യൂ ബസ്സിൽ തന്നെ ഇരുന്ന് പോകുമ്പോൾ വ്യൂ ഇരുന്ന് കാണാൻ അടിപൊളിയാണ്. വലിയ എന്താ പറയുക, പുതിയ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് പഴയ ബിൽഡിങ്സും കാര്യങ്ങളും തന്നെയാണ്. പക്ഷെ അത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. പിന്നെ ക്ലൈമറ്റും കാര്യങ്ങളും എന്താണെന്നറിയില്ല, എനിക്ക് ഇവിടുത്തെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു സ്പോട്ട് കാട്ടി തന്നു ഇവിടെ, ജസ്റ്റ് പിക്ക് എടുത്തോ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വിറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പിക്കൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും ലേറ്റ് ആയിട്ടോ വന്നപ്പോൾ. പിന്നെ ഇതാണ് അവിടുന്ന് ഞങ്ങൾക്ക് ആ ടൂർ ഗൈഡ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യാൻഡി കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ച് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. ഇത് അടുത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു ടെമ്പിളാണ്. അപ്പം ഏട്ടുബാബി ടെമ്പിളിൽ കയറിപ്പോയി. എനിക്കും ആ കുട്ടിക്കും കയറാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സ്റ്റെയേഴ്സൊക്കെ കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ കയറി പൊത്തിപ്പോവാനാണെങ്കിലും ഇത്തിരി പാടാണ്. അപ്പം ഞങ്ങൾ അവിടെയുള്ള വഴിയിലൊക്കെ പിന്നെ ഞാനും ഫോണും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. എവിടെ പോയാലും എത്ര പിക്ക് എടുത്താലും അതിനത്ര സന്തോഷമില്ല. അതെന്തോ ഒരു മാനിയായി മാറിയേക്കാണ്. പിന്നെ ഞങ്ങൾ പിക്ക് ഒക്കെ എടുത്തു. ഒരു ആർച്ച് പോലത്തെ ഒരു സ്ഥലത്ത് ഏട്ടുബാബിയും പൊണ്ണുബാബിയും കൂടിയിട്ട് ഇറങ്ങി വരാണ്. അപ്പോൾ പൊണ്ണുബാബിയാണെങ്കിൽ വണ്ടിയിലൊക്കെ എന്നിട്ട് കുറച്ച് വിഷം കിട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിശന്നിട്ടായിരുന്നു കേട്ടോ. അവൻ പാല് മാത്രമാണ്, പിന്നെ കുറുക്കെടുത്തിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഇതാക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവന് കുറച്ച് ക്യാൻഡി അല്ല വേറെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കൊടുത്തത്. അങ്ങനെ കുറച്ച് നേരം അവൻ നമ്മുടെ സ്ട്രോളറൊക്കെ പിടിച്ച് നടക്കലും ഇത് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ടെമ്പിളും. അപ്പോൾ ഇതാണ് ടെമ്പിൾ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റെയർസൊക്കെ വലിപ്പം കൂടുതലാണ്. അപ്പം ടെമ്പിളിൻ്റെ
ഫുള്ള് സറൗണ്ടിങ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലായിടത്തും തിരിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റണ സീനറികളാണ്, അടിപൊളിയാണ്. അപ്പോൾ ഫുണ്ണുബാബി കുറച്ചൊക്കെ അവിടെ ചുറ്റിപ്പെടുന്നാണെങ്കിൽ അവനാണെങ്കിൽ ഈ സ്ട്രോളർ പിടിച്ച് നടക്കാണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ മനസ്സിൽ ചെറി ബ്ലോസം പോലത്തെ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് ഞാൻ അടുത്ത വീഡിയോ കേട്ടോ, ജസ്റ്റ് ഞാൻ വലിയ ഇതായിട്ട് എടുത്തതാണ്. പക്ഷെ വലിയ ഭംഗിയൊന്നുമില്ല, വലിയ എന്താ പറയുക ഫോട്ടോഗ്രാഫറാണ് ഇതാക്കാനുള്ള രീതിയിലൊക്കെ ഭയങ്കര ആയിട്ട് എടുത്തതാണ്. പിന്നെ കണ്ടില്ലേ ഇത് ബാക്ക് സൈഡിലല്ല, ജസ്റ്റ് സൈഡ് ഭാഗത്താണ്. അവിടെ ആണെങ്കിൽ ഇങ്ങനെ അരുവി പോലെ വെള്ളം വരുന്നതും കാര്യങ്ങളും. പിന്നെ അവിടെയുള്ള ആൾക്കാർ കുറേ മലയാളികളൊക്കെ കണ്ടു. പിന്നെ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ, ഇങ്ങോട്ട് വന്ന് ഫോട്ടോ എടുത്ത് തരണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുപോലെ തന്നെ ഞങ്ങളും ഇപ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കണം കാണുമ്പോൾ എടുത്ത് തരണോ ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിട്ട് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ്. അപ്പം ഇത് ഞാൻ ഭയങ്കര ഷോഫ് കാട്ടാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല, ലൈറ്റായിട്ട് മഴയും പെയ്തു കേട്ടോ. അധികമായിട്ടല്ല, മഴ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ തണുത്ത ഒരു ഇതും ഇത്തിരി മഴയായിട്ടല്ല പെയ്ത് അങ്ങനെ. പിന്നെ ഞങ്ങളൊരു ഇതിനെന്താ ലാവാഷ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ഇത് റൊട്ടി പോലെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഒരു ചീസും പിന്നെ ഒരു എല്ലും നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതാട്ടോ. അപ്പോൾ ഈ പെണ്ണ് ഉണ്ടാക്കണതാണ് ഇങ്ങനെ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എന്നോട് ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ എന്നോട് ഗൈഡ് ചോദിച്ചു ഉണ്ടാക്കുന്നുണ്ടോ, നല്ലതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഭാവിയുണ്ട്, കരയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ മെരയ്ക്ക് തന്നെ പരത്താറിയില്ല. അപ്പം അതിൻ്റെ കൂടെ ഈ വലിയ സംഭവം കൂടി ഇങ്ങനെ ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പം അടിയിൽ വീണ് കഴിഞ്ഞാൽ അത് കേടായി, മീൻസ് നമുക്കറിയാലോ. അപ്പോൾ അത് ഒട്ടി മെരയ്ക്ക് ഇരിക്കണം, എന്നാലാണ് നമുക്കിതുപോലത്തെ ഒരു റൊട്ടി പോലെ, റൊട്ടിയല്ല ഇതിന് അവർ ലാവാഷ് എന്ന് അങ്ങനെ എന്തോ പറയാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് വൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഗ്ലാസ്. നല്ല ഫ്രഷാണ്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. അപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നല്ല അവിടെ ലെമൺ ആട്ടോ, നല്ല പഴുത്ത ലെമണായിരുന്നു, നാരങ്ങ. പിന്നെ ആപ്രിക്കോട്ടും അതുപോലെ തന്നെ ചെറിയൊക്കെ ഉണ്ടാവണ, ഇപ്പോഴല്ല ഒരു ഏപ്രിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചെറിയും സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടാവും പറഞ്ഞു. ഇത് ഞങ്ങളുടെ 3ാമത്തെ ഡെസ്റ്റിനേഷനാട്ടോ. ഇതൊരു ചർച്ചാണ്, മൊണാർക്ക് എന്നാട്ടോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ അവിടെയാണെങ്കിൽ ഫുൾ പൂച്ചകളാണ്, പൂച്ചകളോ അതും വെറൈറ്റി പൂച്ചകളല്ല, സെയിം ചായയിലുള്ള ഫുൾ പൂച്ചകളുണ്ട്. അതാണ് വെറൈറ്റി. ഒരു യെല്ലോ കളറുള്ള ഷെയ്ഡിൽ എല്ലാവരും ആ ഒരു ലുക്കിലാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ചെന്നപ്പോൾ അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏട്ടനോട് 2-3 ഷോട്ട് എടുക്ക് പറഞ്ഞിട്ട്, ഏട്ടനാണെങ്കിൽ സാധാരണ എപ്പോഴും ഭയങ്കര ക്ഷമയൊന്നുള്ള ആളല്ല. പക്ഷെ ഈ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര ക്ഷമയോടുകൂടി നീ ഇതെടുത്തോ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഏട്ടൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ ഇതെന്തോ ഒരു ക്രോസ് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതുമ്മേ നിറച്ചിങ്ങനെ കൊത്തുപണികളാണ് ഫുള്ള്. അപ്പോൾ അത് നമുക്കിങ്ങനെ തൊടാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ അവർ എല്ലാത്തിനും ഓരോ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരാൾ എത്രയോ 12-13 വർഷം ഇരുന്നിട്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. പിന്നെ എർത്ത് വന്നപ്പോൾ കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അതൊക്കെ റെഡിയാക്കി അങ്ങനെ. പിന്നെ ഇത് വേറെ മേലെ അപ്സ്റ്റേഴ്സിൽ വേറൊരു ഇത്, അങ്ങനെ കുറേ എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൂർ ഗൈഡ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തേതൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതൊന്നും കേൾക്കാണ്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകാറ്. പിന്നെ ഞാൻ ചർച്ചിൽ വന്നപ്പോഴാണ് ഞാൻ ആ പെണ്ണ് പറയണത് ഞാൻ കേട്ടത്. നിങ്ങൾ ഫൊണ്ണൂൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്രോസ് പോലെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏട്ടുബാബിയും ഞങ്ങൾ അടിക്ക് പോകണം ആ മലയുടെ അവിടെ. അപ്പം ഞാനതിപ്പോൾ ആഡ് ചെയ്ത് കാട്ടിത്തരാം. വീഡിയോയിൽ ഇത് എത്രമാത്രം ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് കണ്ടൊരു ക്രോസ് മലയുടെ മേലെ. അപ്പം അങ്ങനെ ഒരു 2-3 ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഫൊണ്ണുബാബി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് പിന്നെ ഏട്ടും ഫൊണ്ണുബാബിയും കൂട്ടിയിട്ട് പോയിരുന്നു കേട്ടോ. ഇത് ഏട്ട് പോണ സ്ഥലം അടിപൊളിയാണ്.
നല്ലൊരു എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ലൊരു സ്ഥലം എന്ന് പറയാം. ഇങ്ങനെ കാണാനാണെങ്കിലും എല്ലാം കൂടിയിട്ട്. പിന്നെ അധികം ഇങ്ങനെ എന്താ പറയുക, ഷോപ്പ് ചെയ്യാൻ മാത്രം അപ്പുറത്തും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ സ്വീറ്റ്സ് അവരുടേതായിട്ടുള്ള ഓരോ ഇതൊക്കെയാണ് ഉണ്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടീനൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം കണ്ടുതരാൻ പറഞ്ഞു. ഇതും അതുപോലെ തന്നെ ആ ചേർച്ചിൻ്റെ ഉള്ളിൽ, മീൻസ് മൊണാർക്കിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവം കേട്ടോ. അവിടെ പോയപ്പോഴേക്കും നമ്മുടെ ഫൊണ്ണു ബാബി ഓളിട്ട് വിഷം കെട്ടായി, മീൻസ് പേടി അവൻ ഇരുട്ടായിപ്പേ. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പുതിയ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസ് കാണുന്നതായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.